ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് സ്റ്റിച്ചിങ് അറിയാവുന്ന ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ റെക്സിൻ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ സോഫയൊക്കെ സ്റ്റിച്ച് ചെയ്യല്ലോ, ആ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. എൻ്റെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ മെറ്റീരിയലോ അല്ലെങ്കിൽ ഡെനിം ജീൻസിൻ്റെ മെറ്റീരിയലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് 2 പീസ് റെക്സിന് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അഥവാ മെയിൻ ഫാബ്രിക് 2 പീസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. 25 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസ് ഫാബ്രിക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലൈനിങ് പീസും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് പീസ് അത്യാവശ്യം നല്ല തുണി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ 38 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒറ്റ പീസ് ഫാബ്രിക്കിലാണ് നമ്മളിവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകൾ വശത്തായിട്ട് നിങ്ങൾക്ക് നോർമൽ പോക്കറ്റും സിബർ പോക്കറ്റും ഒക്കെ വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വെച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ പോക്കറ്റൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ ബാഗ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ എങ്ങനെയാണ് നോർമൽ പോക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയും സിബർ പോക്കറ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ബാഗിൻ്റെ മുകൾ വശത്ത് സ്ട്രിങ് ഇട്ടെടുക്കാനുള്ള ഭാഗം തയ്യാറാക്കാൻ വേണ്ടി 2 പീസ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. 20 സെൻറ്റിമീറ്റർ നീളവും 18 സെൻറ്റിമീറ്റർ വീതിയുമുള്ള 2 പീസ് ഫാബ്രിക്കാണ് ഞാനിവിടെ ഡെനീമിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കൂടാതെ ബാഗിന് വേണ്ട സ്ട്രാപ്പ് തയ്യാറാക്കുന്നതും ഡെനിം മെറ്റീരിയൽ തന്നെയാണ്. ഇവിടെ 9 സെൻറ്റിമീറ്റർ വീതിയും 118 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു പീസ് ഫാബ്രിക്കാണ് ഡെനിമിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടാതെ സ്ട്രിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 3 സെൻറ്റിമീറ്റർ വീതിയും ഒരു 100 സെൻറ്റിമീറ്ററോളം നീളവുമുള്ള 2 പീസ് ഫാബ്രിക് കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്ട്രിങ് ഫാബ്രിക് വെച്ചിട്ടല്ല കേട്ടോ, എൻ്റെ കയ്യിൽ പഴയൊരു ലെഹങ്കയുടെ ഡോരി ഉണ്ട്, അത് വെച്ചിട്ടാണ് ഞാനിവിടെ സ്ട്രിങ് പോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഫാബ്രിക് കൊണ്ട് തന്നെ ഡോരി പോലെ അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രാപ്പ് പോലെ തയ്യാറാക്കിയിട്ട് നമുക്കിതിൻ്റെ സ്ട്രിങ് ആയിട്ട് യൂസ് ചെയ്തെടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ഡി റിംഗ് ആണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിതിവിടെ എൻ്റെ പഴയ ബാഗിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 10 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസ് ഫാബ്രിക്കാണ് ഞാൻ ഈ ഒരു സ്ട്രാപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളുടെ കയ്യിൽ ഡി റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ നോർമൽ സ്ട്രാപ്പ് വെച്ചിട്ടും എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻ ഫാബ്രിക്കായിട്ട് റെക്സിൻ എടുത്തത് കൊണ്ടാണ് ഞാനിവിടെ ക്യാൻവാസ് ഉപയോഗിക്കാത്തത്. നിങ്ങൾ സാധാരണ കോട്ടൺ മെറ്റീരിയലോ ഡെനിം മെറ്റീരിയലോ ഒക്കെ എടുത്തിട്ടാണ് ബാഗ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാൻവാസ് 1 ഷീറ്റോ 2 ഷീറ്റോ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് വെച്ച് നന്നായി അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെയുള്ള വീഡിയോസ് എല്ലാം മുമ്പും ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫാബ്രിക് പീസിൻ്റെ താഴ്ചത്ത് ചെറിയൊരു കട്ടിങ് കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ചതുര പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക് രണ്ടും ഒരേപോലെ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് ഓരോ അരികുവശത്ത് നിന്നും ഈ ഒരു സ്ക്വയർ പീസ് അരികുവശത്തോട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോക്സാക്കി വരച്ചെടുത്ത് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള സ്ക്വയർ പീസ് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബാഗിൻ്റെ താഴ്വശം ബോക്സ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല ബോക്സേ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ നമ്മുടെ 2 പീസ് ഫാബ്രിക്കും ഇതേ രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് പീസിൻ്റെ ഫാബ്രിക്കിനെ നീളം വശത്തേക്കായിട്ടൊന്ന് മടക്കി വിരിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സ്ക്വയർ പീസിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസം കൂടി വരുത്തുന്നുണ്ട്. 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വീതിയുള്ള ചതുര കഷ്ണമാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ മാറ്റിയെടുക്കുന്നത്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയും മാത്രം നമുക്ക് ഈ ഒരു ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുത്താൽ മതിയാകും. എന്താണെന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക്കിൻ്റെ താഴ്വശത്ത് 1 സെൻറ്റിമീറ്ററോളം സ്റ്റിച്ചിങ് എലവൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴ്വശത്ത് സ്റ്റിച്ചിങ് എലവൻസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി അവിടെ മടക്ക് വശം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ആ ഒരു ചതുര പീസ് വെച്ചിട്ട് ഇരുവശങ്ങളിലും ചതുരം വരച്ചെടുത്തു. ആ ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ മടക്ക് വശത്താണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതേ ഒരു രീതിയിൽ നമ്മളിവിടെ നമ്മുടെ ലൈനിങ് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഒപ്പത്തിനൊപ്പം വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴ്വശത്ത് 1 സെൻറ്റിമീറ്ററോളം സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. കൂടാതെ അരികു വശങ്ങളിലും 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതുപോലെ ഓരോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൂടെ എല്ലാം തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ,
അടുത്തതായി ലൈനിങ് പീസ് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചെടുക്കാം. അപ്പോൾ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് തന്നെ വെച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം അരികുവശങ്ങളൊക്കെ ഒപ്പം വെച്ചെടുത്തതിന് ശേഷം ഒരു ഭാഗം നമുക്കിതേ 1 സെൻറ്റിമീറ്ററോളം സ്റ്റിച്ചിങ് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അടുത്ത ഭാഗത്ത് മുകൾ വശത്ത് ഒരു 3 സെൻറ്റിമീറ്ററോളം നീളത്തിലും താഴ്വശത്ത് ഒരു 3.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്ററോളം നീളത്തിലും നമുക്കിത് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. ആ ഒരു ഭാഗത്തിലൂടെ നമുക്ക് നമ്മുടെ ബാഗിൻ്റെ പുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗത്തിലൂടെ എല്ലാം തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് നോർമൽ മെഷീനിൽ റെക്സിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുമോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ജീൻസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന നല്ല കട്ടിയുള്ള നീഡിലുണ്ടല്ലോ, ആ നീഡിലിട്ടിട്ട് നമുക്ക് വളരെ സുഖമായിട്ട് ഈ ഒരു റെക്സിനും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നീഡിൽ നമ്പർ 24 ഒക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു റെക്സിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് ഒപ്പത്തിനൊപ്പം വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ലൈനിൻ്റെ മുകൾ വശത്തിലൂടെ എല്ലാം ഡബിൾ സ്റ്റിച്ച് ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിച്ചിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി അഥവാ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മെഷീൻ ഓയിൽ നമ്മൾ ഏതൊരു ഭാഗത്താണോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഭാഗത്തിലൂടെ ജസ്റ്റ് ഒന്ന് മെഷീൻ ഓയിൽ പുരട്ടി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ശേഷം ലൈനിങ് പീസിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വശം നമ്മൾ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത വശം നമ്മൾ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരല്പം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് മുകൾ വശവും താഴ്വശവും മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്വശം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബോക്സ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലിൽ വെച്ചെടുത്തിട്ട് ഇതിൻ്റെ താഴ്വശത്ത് 1 സെൻറ്റിമീറ്ററോളം സ്റ്റിച്ചിങ് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുമ്പ് ടോട്ടോ ബാഗിൻ്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ ഈ ഒരു ഭാഗം പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. എന്നാലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തവണ കൂടി ഞാനിവിടെ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോക്സ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ കറക്റ്റ് ലെവലിലൊന്ന് വെച്ചെടുക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ മെയിൻ ഫാബ്രിക്കിൽ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഞാനിവിടെ താഴ്വശത്ത് ഇരുവശങ്ങളിലും ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ ബോക്സ് പോലെ നമുക്ക് ഇതിൻ്റെ താഴ്വശപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതേ രീതിക്ക് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മെയിൻ ഫാബ്രിക് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ ഒരു ബോക്സ് ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചെടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോക്സ് ഭാഗത്തെ സ്ട്രെയിറ്റ് ലൈന് കിട്ടുന്ന രീതിക്ക് കറക്റ്റ് ലെവലിലൊന്ന് വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിച്ചിങ് അലവൻസിൻ്റെ പോയിൻ്റൊക്കെ കറക്റ്റ് ലെവലിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചെടുക്കണം. അപ്പോൾ മെയിൻ ഫാബ്രിക്കിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് കൂടുതൽ എളുപ്പമായിരിക്കുമല്ലോ, ഇരുവശങ്ങളിലും സ്റ്റിച്ചിങ് പോയിൻ്റ് ഉള്ളത് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതിയത് കേട്ടോ. കണ്ടില്ലേ? എന്നിട്ട് 1 സെൻറ്റിമീറ്റർ മാത്രം ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഞാൻ ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തെടുക്കുന്നത്. നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്തെടുക്കുമ്പോഴും ആ കറക്റ്റ് ഫിനിഷിങ്ങിലും പെർഫെക്ഷനിലും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ രീതിക്ക് നമുക്ക് രണ്ടാമത്തെ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് പീസിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും ഒക്കെ താഴ്വശം കണ്ടില്ലേ? നല്ല ബോക്സി ടൈപ്പിൽ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് പുറം തിരിച്ചെടുക്കണം. കണ്ടില്ല? നല്ല നീറ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കോർണർ ഭാഗങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബാഗിൻ്റെ മുകൾ വശത്തായിട്ട് ഞാനൊരു സ്റ്റിക്കർ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തുടക്കത്തിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വിട്ടുപോയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്കറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഫ്രണ്ട് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 2 മെയിൻ ഫാബ്രിക്കുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ അതിൻ്റെ പണി കഴിയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെൻറ്റർ ഭാഗം കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ശേഷം അവിടെ നിന്നും ഒരു 3 സെൻറ്റിമീറ്ററോളം താഴ്ത്തി പോയിൻ്റ് കറക്റ്റ് ലെവലിലൊന്ന് മാർക്ക് ചെയ്തെടുത്ത് അതിൽ കറക്റ്റ് നമ്മുടെ ഈ ഒരു സ്റ്റിക്കർ ഫിക്സ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടല്ലോ? ഈ ഒരു രീതിയിൽ ഞാൻ നമ്മുടെ ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ട്രിങ് ഇട്ടെടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസ് ഫാബ്രിക് ഉണ്ടല്ലോ, ഡെനീമിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി വിരിച്ചെടുക്കുക.
അപ്പം വീതി ഭാഗത്തേക്ക് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വിരിച്ചെടുക്കാൻ. ഓക്കെ, 18 സെൻറ്റിമീറ്റർ വീതി വരുന്ന ആ ഒരു ഭാഗം വേണം ഇതുപോലെ ഒന്ന് മടക്കി വിരിച്ചെടുക്കാൻ. ശേഷം ഇതിൻ്റെ ഇരുവശങ്ങളിലും 1 സെൻറ്റിമീറ്റർ സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ രണ്ടാമത്തെ പീസ് ഫാബ്രിക്കും ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഫാബ്രിക് പീസിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിക്കൊന്ന് നടുമടക്കി എടുക്കുക. എന്നിട്ട് അരികുവശങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ഇതിൻ്റെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ 2 ഫാബ്രിക് പീസും ഒന്ന് പുറം തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കോർണർ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. ശേഷം ഈ ഒരു ഫാബ്രിക് പീസിനെ നമുക്കിതേ ഇതുപോലെ ഒന്ന് നടുമടക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് നടുമടക്കി എടുത്തതിന് ശേഷം ഈ ഒരു മടക്ക് വശത്ത് നിന്നും അകം വശത്തേക്കായി നമുക്ക് 1.5 സെൻറ്റിമീറ്റർ വീതം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം സെൻറ്റിമീറ്റർ കണക്കാണ് കേട്ടോ പറയുന്നത്, ഇഞ്ച് കണക്കുള്ള സെൻറ്റിമീറ്റർ കണക്കാണ് പറയുന്നത്. അപ്പോൾ ഇതേ ഒരു രീതിയിൽ മടക്ക് വശത്ത് നിന്നും അകം വശത്തേക്കായി 1.5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കുന്നുണ്ട്. ശേഷം ആ ഒരു ഭാഗത്തിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ള ഫാബ്രിക് പീസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫൂട്ടിൻ്റെ പിറക് വശത്തും അതേ കട്ടിയിൽ തന്നെ മറ്റൊരു പീസ് ഫാബ്രിക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഓപ്പൺ ഭാഗത്ത് നമുക്കിത് ഇതുപോലെ ഓരോ സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചെടുക്കാം. ഇതേ രീതിയിൽ നമ്മുടെ രണ്ടാമത്തെ പീസ് ഫാബ്രിക് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിവിടെ 2 പീസ് ഫാബ്രിക്കും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മടക്ക് വശത്തു നിന്നും അകംവശത്തേക്കായി 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ശേഷം താഴ്വശത്ത് ഓപ്പൺ സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഡി റിങ് തയ്യാറാക്കാനുള്ള സ്ട്രാപ്പ് അതാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ ബാഗിൻ്റെ സൈഡ് വശങ്ങളിലായിട്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാപ്പ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഫാബ്രിക് പീസിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് നടുമടക്കി എടുക്കുക. അതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കിയതിന് ശേഷം ഇതിൻ്റെ അരികു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കൂടാതെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അരികുവശം കൂടി നമുക്കൊരു പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഡി റിങ് അല്ല സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ സ്ട്രാപ്പ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു സമയം തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡി റിങ്ങിൻ്റെ സ്ട്രാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡി റിങ് ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ സ്ട്രാപ്പ് തയ്യാറാക്കിയതിന് ശേഷം ഈ ഒരു സമയം തന്നെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രാപ്പിൻ്റെ ഫാബ്രിക് എടുക്കുക. എന്നിട്ട് ചീത്തവശത്തേക്കായിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് അരികുവശങ്ങളിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കുക. അതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കി ഇരുഭാഗത്തും അരികുവശങ്ങൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് സ്ട്രാപ്പ് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇരുവശങ്ങളിലെയും സൈഡ് ഭാഗത്ത് സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ നോക്കിയിട്ട് സ്ട്രാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ നീളം ഞാൻ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അത്രത്തോളം തന്നെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം എനിക്കിവിടെ 7 സെൻറ്റിമീറ്റർ മാത്രം തന്നെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ നീളം മതിയായി തോന്നി. അതുകൊണ്ട് ഞാൻ 7 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഡി റിങ്ങിനെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ അകംവശത്തേക്കായിട്ട് കറക്റ്റ് ലെവലൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികുവശത്തോട് ചേർത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടി കൂടുതലുള്ള മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതേ കട്ടിയിൽ മറ്റൊരു പീസ് ഫാബ്രിക് നമ്മുടെ ഫൂട്ടിൻ്റെ പിറക് വശത്തും ഇതുപോലെ കറക്റ്റ് ലെവലൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു വശത്തേക്കുള്ള ഡി റിങ് നമ്മളിവിടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ രീതിക്ക് രണ്ടാമത്തെ ഭാഗത്തേക്കുള്ളതും നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ബാഗിൻ്റെ സൈഡ് വശങ്ങളിൽ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നോക്കുക. അപ്പോൾ ഇത്രത്തോളം ലെങ്ത്തും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഒരല്പം കൂടി ഫാബ്രിക് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ശേഷം നമുക്കിവിടെ താഴ്വശത്ത് നിന്നും 1 സെൻറ്റിമീറ്ററോളം സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ അരികുവശത്തോട് ചേർത്തിട്ട് വേണം സ്ട്രാപ്പിൻ്റെ അരികുവശം വരാൻ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇരുവശങ്ങളിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് വിട്ട് കൊടുക്കേണ്ടത്. ഇതേ രീതിയിൽ അടുത്ത വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കണ്ടില്ലേ, ഇവിടെ ഇരുവശങ്ങളിലായിട്ട് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ സ്ട്രാപ്പ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു സമയം തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ സ്ട്രിങ് ഇട്ടെടുക്കാനുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ഈ ഒരു സമയം തന്നെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് ലെവലിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, മടക്കുവശം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഓപ്പൺ സൈഡും നമ്മുടെ ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മുകൾ വശത്തിൻ്റെ ഓപ്പൺ ഭാഗവും ഒപ്പത്തിനൊപ്പം വരുന്ന രീതിക്ക് വേണം വച്ചെടുക്കാൻ. അപ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടി എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ ഇതേ തമ്മിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടാണ് വെച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടുസൂചിയോ മറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് സേഫായിട്ട് പിൻ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഓപ്പൺ സൈഡ് നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ അടിവശത്തോട് ചേർത്തിട്ട് ഇതുപോലെ മുകൾ വശം സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ നോക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ 1 സെൻറ്റിമീറ്ററാണ് സ്റ്റിച്ചിങ് അലവൻസ് വിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മാർക്കിംഗ് ആയിരുന്നു നേരത്തെ നമ്മൾ 1 സെൻറ്റിമീറ്ററോളം മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇവിടെ ഇപ്പോൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ, ഇനി ഇതിൻ്റെ മുകൾ വശത്തിലൂടെ വേറെയും സ്റ്റിച്ചൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ സ്റ്റിച്ച് മാത്രം ഇവിടെ നമ്മൾ ചെയ്തെടുത്താൽ മതിയാകും. ഇതേ രീതിക്ക് ഇതിൻ്റെ പിറകുവശം, ബാഗിൻ്റെ പിറകുവശത്തും നമുക്ക് നമ്മുടെ ഫാബ്രിക് പീസിനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്തും നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തോട് ചേർത്തിട്ടാണ് ഈ ഒരു ഫാബ്രിക് പീസ് വെച്ചെടുക്കേണ്ടത്. അതുപോലെ ഓപ്പൺ സൈഡും മെയിൻ ഫാബ്രിക്കിൻ്റെ അരികുവശമൊക്കെ ഒപ്പത്തിനൊപ്പം വെച്ച് സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ നോക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇനി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ആ ലൈനിങ് പീസിനെ നമുക്കൊന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിനെ നല്ല വശം പുറമേക്ക് വരുന്ന രീതിക്കായിട്ട് പുറം തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ലൈനിങ് പീസിനെ നമ്മൾ പുറം തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഏതൊരു രീതിയിലാണോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ശേഷം ഇതിൻ്റെ അകംവശത്തേക്കായി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിനെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലേ, മെയിൻ ഫാബ്രിക് ഇതുപോലെ ലൈനിങ് പീസിൻ്റെ അകംവശത്തേക്കായിട്ട് ഇതുപോലെ വെച്ചെടുക്കണം. അപ്പോൾ സൈഡ് വശങ്ങളിലെ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റ് ലെവലിൽ കിട്ടുന്ന രീതിക്ക് തന്നെ വെച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ കറക്റ്റ് ലെവലിൽ വെച്ച് അരികുവശമൊക്കെ ഒപ്പത്തിനൊപ്പം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ചുറ്റിലും ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി, വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ കട്ടിയുള്ള ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പിറകുവശത്തു കൂടി ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനും ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 സെൻറ്റിമീറ്ററാണ് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അരികുവശങ്ങളിലുള്ള സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ കറക്റ്റ് ലെവലിൽ വരുന്ന രീതിക്ക് തന്നെ കറക്റ്റ് വെച്ചെടുത്തിട്ട് വേണം ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ലൈനിങ് പീസിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ബോഡി പീസിനെ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് വലിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ബോഡി പീസിനൊന്ന് പുറത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ലൈനിങ് പീസിൻ്റെ ആ ഒരു ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കറക്റ്റ് സ്റ്റിച്ചിങ് അലവൻസിൻ്റെ എക്സ്ട്രാ ഫാബ്രിക്കിനൊക്കെ അകംവശത്തേക്ക് കറക്റ്റ് ലെവലിലൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതേ നമ്മുടെ ലൈനിങ് പീസിനെ മെയിൻ ഫാബ്രിക്കിൻ്റെ അകംവശത്തേക്കായിട്ട് കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുത്തതിന് ശേഷം ഈ ഒരു മുകൾ വശത്തിലൂടെ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കണം. ചുറ്റിലും ഒരു പ്രസ് സ്റ്റിച്ച് കൂടി ഞാനിവിടെ കൊടുത്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മുകൾ വശത്തിലൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കുമ്പോൾ നല്ല ലുക്കും ഫിനിഷിങ്ങും ഒക്കെ നമ്മളെ ബാഗിന് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ബാഗിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ട്രാപ്പാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ സ്ട്രിങ് പോലെ അല്ലെങ്കിൽ ഡോരി പോലെ തയ്യാറാക്കാൻ വേണ്ടി 3 സെൻറ്റിമീറ്റർ വീതിയുള്ള ഫാബ്രിക് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അടിവശത്ത് നിന്ന് അകംവശത്തേക്കായിട്ടൊന്ന് മടക്കുക. അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് അധികം വീതി ഇല്ലാത്ത രീതിക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ആദ്യത്തെ ഹോളല്ല, രണ്ടാമത്തെ ഹോളിലൂടെ നമ്മളൊന്ന് ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം ഞാനിവിടെ എന്തായാലും ഈ ഒരു ഗോൾഡൻ കളർ ഡോരിയാണ് ഇതിലൂടെ ഇട്ടെടുക്കുന്നത്. 34 ഇഞ്ച് നീളത്തിൽ 2 പീസ് ഡോരി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊന്ന് ഇതിൻ്റെ അകവശത്തിലൂടെ ഇട്ടെടുക്കണം. അപ്പോൾ
ഒരു വശത്തുള്ള സ്ട്രിങ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിക്ക് വേണം സ്ട്രിങ് ഇട്ടെടുക്കാനായിട്ടോ. അതായത് സ്ട്രിങ്ങിൻ്റെ ഇരുഭാഗത്തെ അരികുവശങ്ങളും ഒരേ വശത്തേക്ക് കിട്ടുന്ന രീതിക്ക് വേണം നമ്മൾ ഇട്ടെടുക്കാൻ. അപ്പോൾ ഒരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി ഒരു ഭാഗത്തിലൂടെ ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം മുകൾ വശത്തുള്ള ആ ഒരു ഹോളിലൂടെ അല്ല, താഴ്വശത്തെ ഹോളിലൂടെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കാനായിട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടെടുത്തിട്ട് ഈ സ്ട്രിങ്ങിൻ്റെ അടുത്ത അരികുവശവും അതേ സൈഡിൽ തന്നെ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഭാഗത്ത് ഇതുപോലെ ഇട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു സ്ട്രിങ് ഹോൾഡറിൻ്റെ ആ ഒരു ഉള്ളിലൂടെയും കൂടി നമുക്കൊന്ന് ഇട്ടെടുക്കണം. ഇപ്പോൾ ഡെനീമിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. നോർമൽ മെറ്റീരിയലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ശേഷം ഞാനിവിടെ നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ താഴ്വശത്ത് നിന്നും സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പീസ് വെച്ചിട്ട് നമ്മുടെ ഡോറിയുടെ താഴ്വശമൊക്കെ ലടുക്കൻ വെച്ചെടുക്കുന്ന അതേ രീതിക്ക് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ താഴ്വശവും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. മറ്റു 3 വശത്തും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ മറക്കരുത്. കണ്ടില്ലേ ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ പുറം തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ തന്നെ അവിടെ കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്വശം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതേ രീതിയിൽ മറ്റു 3 വശം കൂടി ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് സ്ട്രാപ്പ് തയ്യാറാക്കി എടുക്കണം. കൂടാതെ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ താഴ്വശം നല്ല രീതിക്ക് ഇരിക്കാൻ വേണ്ടി ചെറിയൊരു കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് കൂടി ഒരു സംഭവം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബാഗിൻ്റെ താഴ്വശത്തെ കറക്റ്റ് ലെവലിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ 13.5 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ബോക്സാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. ആ അളവിൽ ഞാനിവിടെ ഒരു പീസ് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇതിനെ ഒരു ഫാബ്രിക് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കാർഡ്ബോർഡ് പീസിനേക്കാൾ ഒരല്പം വീതിയും നീളവും കൂടുതലുള്ള ഫാബ്രിക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇരുവശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല വശം പുറമേക്ക് വരുന്ന രീതിക്ക് പുറം തിരിച്ചെടുത്ത് അതിൻ്റെ അകംവശത്തായി കാർഡ്ബോർഡ് പീസിന് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എക്സ്ട്രാ ഫാബ്രിക്കിനെ അകംവശത്തേക്കായി മടക്കി വെച്ച് ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കാം. ഇതിന് ബാഗിൻ്റെ ഉൾവശത്ത് വെച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബാഗ് നല്ല പെർഫെക്റ്റായി തന്നെ ഇരിക്കും. എവിടെ വെക്കുകയാണെങ്കിലും ആ ഒരു രീതിക്ക് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ചില ബാഗൊക്കെ കണ്ടില്ലേ, വെച്ച് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞിങ്ങനെ വീണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കൊന്നും പോവില്ല. കറക്റ്റ് ലെവലിൽ തന്നെ നമുക്കിത് ഇതുപോലെ ഏതൊരു പൊസിഷനിലാണോ വെക്കുന്നത് അതേ രീതിക്ക് തന്നെ അവിടെ ഇരുന്നോളൂ കേട്ടോ. ശേഷം ഞാനിവിടെ സ്ട്രാപ്പാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ സ്ട്രാപ്പിൽ ഇട്ടെടുക്കാനുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ പഴയ ബാഗിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ ഡി റിങ്ങിൻ്റെ സ്ട്രാപ്പൊക്കെ തയ്യാറാക്കിയ അതേ രീതിക്ക് നമ്മുടെ വലിയ സ്ട്രാപ്പ് തയ്യാറാക്കി എടുക്കണം. ശേഷം അതിൻ്റെ ഇരുഭാഗങ്ങളിലും അരികുവശത്തായിട്ട് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റബിളിൻ്റെ സംഭവം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. ഇവിടെ ബോക്സ് ടൈപ്പിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേ രീതിക്ക് അടുത്ത വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്ട്രാപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡി റിങ്ങിൻ്റെ മുകൾ വശത്തായിട്ട് ഈ ഒരു അഡ്ജസ്റ്റബിൾ ഇതുപോലെ ഒന്ന് കൊളുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാഗ് ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വലിയൊരു സൈസൊന്നല്ല കാണിച്ചത് കേട്ടോ, ഒരു മീഡിയം ടൈപ്പിലുള്ള സൈസിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ അളവിൽ വ്യത്യാസം വരുത്തിയിട്ട് വലുതും ചെറുതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോർമൽ ഫാബ്രിക് വെച്ചിട്ടും ഇതേ രീതിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോർമൽ ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കിലും ലൈനിങ് പീസിലൊക്കെ നമ്മൾ നെക്കിൻ്റെ ഭാഗം ചെയ്തെടുക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ, ആ ക്യാൻവാസൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഫാബ്രിക് അത്യാവശ്യം കട്ടിയുള്ളതാക്കി മാറ്റാം. എന്നിട്ട് വേണം ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെറുതെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള നല്ലൊരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ. എന്തൊരു കാര്യത്തിൻ്റെ പിറകിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യം
ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.